അടുത്ത് നമ്മൾ ചെയ്യുന്ന ആസനം ഭുജംഗാസനമാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് അത്രയും ഫ്ലെക്സിബിലിറ്റി കൊടുത്താൽ മതി സ്പൈന്. സ്പൈൻ എക്സ്റ്റൻഷൻ, അതായത് പിറകിലേക്ക് പോകുന്ന പാടില്ലാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന പ്രകാരം വേണം ചെയ്യാം. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാവധാനം നമ്മൾ കമിഴ്ന്ന് കിടക്കണം. കമിഴ്ന്ന് കിടന്ന ശേഷം കൈയിൻ്റെ പാദങ്ങൾ മുഖത്തിന് സമാന്തരമായിട്ട്, ഇത് 2 വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. മുഖത്തിന് സമാന്തരമായിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മുഖത്തിന് സമാന്തരമായി 2 കൈപ്പത്തിയും ഉറപ്പിച്ച ശേഷം ശ്വാസം എടുത്ത് നമ്മൾ തല പതുക്കെ മുകളിലേക്ക് ഉയർത്തി നമ്മുടെ പുക്കളിൻ്റെ ആ ഒരു ലെവൽ വരെ സാവധാനം മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ നമ്മുടെ ഈ ബാക്കിലെ പാരാസ്പൈനൽ മസിൽസ് എല്ലാം നല്ല ടൈറ്റ് ആവും. സ്ട്രെങ്തൻ ചെയ്യിക്കാനും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ തല താഴ്ത്തുക. ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് വേണം മുകളിലേക്ക് പോകാൻ. ശ്വാസം വിട്ട് തിരിച്ച് പോവുക. നമ്മൾ പറയുന്ന അത്ര നമ്പർ ചെയ്താൽ മതി. ഇതിന്റെ അടുത്ത വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ നെഞ്ചിന് സമാന്തരമായി വെച്ച ശേഷം ചെസ്റ്റിന് ഇരുവശത്തായിട്ട് വെച്ചിട്ട് ശ്വാസം വിട്ടിട്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് സീലിങ്ങിലേക്ക് ഉയർത്തുന്ന രീതിയിൽ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴെ പോട്ടും. അങ്ങനെ ഒരു കോബ്ര പോസ് ആ ഒരു രീതിയിൽ. എന്നിട്ട് ശ്വാസം വിട്ട് പതുക്കെ താഴേക്ക് താങ്ങുക. ഒരു കാരണവശാലും വേദനിപ്പിച്ചുകൊണ്ടും അധികമായിട്ട് സ്ട്രെയിൻ ചെയ്തുകൊണ്ടും ഈ ഒരു ആസനം ചെയ്യാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സാവധാനം ചെയ്ത് നമ്മളിലേക്ക് ആസനം വഴങ്ങി വരുന്നതായിരിക്കും.